കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ തിരുമുറ്റത്ത് ഭക്തിയും ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും ഒന്നിക്കുന്ന പിള്ളേര് താലപ്പൊലിയെക്കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. ഈ തിങ്കളാഴ്ച ജനുവരി 5-നാണ് ഗുരുവായൂർ അമ്പലത്തിൽ പിള്ളേര് താലപ്പൊലി നടക്കാൻ പോണത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാലം കഴിഞ്ഞു വരുന്ന ഏറ്റവും മനോഹരമായ ആചാരങ്ങളിലൊന്നാണ് ധനുമാസത്തിലെ പിള്ളേര് താലപ്പൊലി. മുതിർന്നവർ നടത്തുന്ന താലപ്പൊലിക്ക് മുന്നോടിയായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ പ്രിയപ്പെട്ട ബാല്യക്കാരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കുട്ടികൾക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരു ദിവസമാണ് പിള്ളേര് താലപ്പൊലി ദിവസം. ഭക്തവത്സലനായ ഗുരുവായൂരപ്പന് മുന്നിൽ കുരുന്നുകൾ ഇങ്ങനെ കൈകളിലെ താല ഏന്തി നിൽക്കുന്നതിന് ഒരു പ്രത്യേക ചന്താണ്, ഒരു പ്രത്യേക ചൈതന്യമാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിനു ചുറ്റും താലമേന്തി പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ചടങ്ങാണ് പിള്ളേര് താലപ്പൊലി എന്ന് പറയുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും വാദ്യമേളങ്ങളും അകമ്പടി ഉണ്ടാവും. പിന്നെ ജനുവരി 5-ന് നടക്കുന്ന ഈ പിള്ളേര് താലപ്പൊലിയുടെ ഭാഗമായിട്ട് തന്നെ കുറേ നിയന്ത്രണങ്ങളും സമയക്രമങ്ങളും ഒക്കെ മാറും എന്നുള്ളതാണ്. താലപ്പൊലി പ്രമാണിച്ചിട്ട് ക്ഷേത്ര ദർശന സമയത്തിലും ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവും. നെല്ല്, അരി, മലര്, അവില്, പൂവ്, പഴം, ശർക്കര, മഞ്ഞൾ, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച് 1500ഓളം പറകളാണ് ഗുരുവായൂരമ്പലത്തിൽ ഉണ്ടാവുക. നിറപറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിക്കും. ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതി അമ്മയ്ക്ക് നാട്ടുകാരുടെ വകയായിട്ട് താലപ്പൊലി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷമാണിത്. പതിവ് പൂജകളൊക്കെ നേരത്തെ പൂർത്തീകരിച്ച് ക്ഷേത്രനട 11:30-നാണ് അടയ്ക്കുന്നത്. അപ്പോൾ ആ ദിവസം പിള്ളേര് താലപ്പൊലി നടക്കുന്ന ദിവസം 11:30-ന് ക്ഷേത്രനട, ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രനട അടയ്ക്കുന്നത് കാരണം 11:30 വരെയുള്ള ദർശനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതും ഉണ്ട്. അതിനുശേഷമാണ് പിള്ളേര് താലപ്പൊലിയുടെ ചടങ്ങുകൾ തുടങ്ങുക. വാദ്യമേളങ്ങളുടെയും 3 ആനകളുടെയും അകമ്പടിയുടെ ഭഗവതി അമ്മ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളും. എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യവും തിരിച്ചെഴുന്നള്ളിപ്പിന് മേളവും അകമ്പടിയായിട്ടുണ്ടാവും. ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പും ആയിട്ട് ഉറഞ്ഞു തുള്ളി വെളിച്ചപ്പാടും ഉണ്ടാവും. വഴിപാടായിട്ട് നെല്ല്, അരി, ശർക്കര, മലര്, അവില്, പൂവ്, പഴം, മഞ്ഞള്, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച് പറകളാണ് ഭഗവതിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടാവുക. നാഗസ്വരത്തിൻ്റെ അകമ്പടിയിൽ അതിനുശേഷമാണ് കുളപ്രദക്ഷിണ ഉണ്ടാവുക. രാത്രി പുറത്തേക്ക് എഴുന്നള്ളിക്കും. അതിനുശേഷം കളംപാട്ടുണ്ട്. പിന്നെ പിള്ളേര് താലപ്പൊലിയുടെ ഭാഗമായിട്ട് തന്നെ ഭഗവതി അമ്മയ്ക്ക് വാകചാർത്ത്, ദീപാലങ്കാരം, പുഷ്പാലങ്കാരം, വിശേഷാൽ പൂജകൾ ഒക്കെ ഉണ്ടാവും. പൊൻവാളും പൊന്നിൻ ചിലമ്പും ഒക്കെ ആയിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് അന്ന് ഭഗവതി അമ്മയെ അലങ്കരിച്ചിട്ടുണ്ടാവും. പിന്നെ ദേവിയെ എഴുന്നള്ളിക്കുന്നതാണെങ്കിൽ, ഭഗവതി അമ്മയെ എഴുന്നള്ളിക്കുന്നതാണെങ്കിൽ ഭഗവതി അമ്മയെ വാൽക്കണ്ണാടി രൂപത്തിൽ തിരുവുടവയാടയൊക്കെ ചാർത്തി കൊമ്പൻ്റെ മേൽ ആണ് കിഴക്കേ നടപ്പുരയിലേക്ക് എഴുന്നള്ളിക്കുക. അത് ഉച്ചയ്ക്ക് തന്നെയാണ് ഉണ്ടാവുക. വെളിച്ചപ്പാട് പള്ളിവാളുമായിട്ട് മുന്നിലുണ്ടാവും. തിരിച്ചെഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിന് മുമ്പിൽ എത്തിയാൽ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായിട്ട് ഉറഞ്ഞു തുള്ളി വെളിച്ചപ്പാട് പറ ചൊരിഞ്ഞു. തുടർന്ന് നാഗസ്വരത്തിൻ്റെ അകമ്പടിയിൽ കുളപ്രദക്ഷിണം നടത്തുകയാണ് ഉണ്ടാവുക. പിന്നെ രാത്രി പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് ശേഷം കളംപാട്ടുണ്ടാവും. പിന്നെ ഇതേ ദിവസം തന്നെ നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളുണ്ടാവും. അപ്പോൾ പിള്ളേര് താലപ്പൊലി ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ജനുവരി 5-ന് രാവിലെ 11:30-ക്ക് ഗുരുവായൂർ ക്ഷേത്രനട അടയ്ക്കുന്നുള്ളതാണ് പറയാനുള്ളത്. അതിനുശേഷം താലപ്പൊലി മഹോത്സവമാണ്. അപ്പോൾ എല്ലാവർക്കും അമ്പലത്തിൽ വന്ന് ദർശന ഭാഗ്യം ഉണ്ടാവാനും ഭഗവതി അമ്മയുടെ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുത്ത് ആ ഒരു പുണ്യം കൂടി നേടാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ, താലപ്പൊലി ആശംസകൾ.